ഓരോ സ്ഥലത്തിന്റെയും പേരുകൾ വന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. പഴമക്കാർ ചില പദപ്രയോഗങ്ങൾ ഉച്ചരിച്ച് അത് ലഘൂകരിച്ചായിരിക്കാം ഈ പേരുകൾ ഇന്ന് നാം കേൾക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലനാമങ്ങൾക്ക് പിന്നിലെ കഥകൾ നമുക്ക് പരിചയപ്പെടാം. നെടുമങ്ങാട് എന്ന പേര് വന്നത് എങ്ങനെ? ചില ചരിത്ര സ്രോതസ്സുകൾ പ്രകാരം നെടുമങ്ങാടിന്റെ പഴയ പേര് ഇളവല്ലൂർ നാട് എന്നാണ്. ഈ പ്രദേശത്തിന്റെ പുരാതന ഭൂമിശാസ്ത്രം ഒരു ഇടതൂർന്ന വനമായിരുന്നു. അതിനാൽ അവിടത്തുകാർ ഈ വനത്തിനെ നെടിയ വലിയ കാട് എന്ന് വിളിച്ചിരുന്നു. പിന്നീട് അത് നെടുവാൻ കാടാവുകയും അതിനുശേഷം നെടുമങ്ങാട് എന്നായി മാറുകയും ചെയ്തു. ഈ ചെറിയ പ്രദേശം നദികളാൽ ചുറ്റപ്പെട്ടതായിരുന്നു. തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും കയറ്റം കയറി വരുമ്പോഴാണ് ഈ സ്ഥലത്തിന്റെ മുകളിലെത്തുന്നത്. അതിനാൽ ഇതിനെ വലിയൊരു കുന്നെന്നും പറയാനാകില്ല, സമതലമെന്നും പറയാനാകില്ല. ഇതൊരു മൺതിട്ട എന്ന തോന്നലുണ്ടാകും. ഈ മൺതിട്ടകൾക്ക് സംഘകാല കൃതികളിൽ പറയുന്നത് മണ്ണെന്നാണ്. അങ്ങനെ ഈ വെള്ളമുള്ള സ്ഥലത്തിനു ചുറ്റും ജനവാസം ആരംഭിക്കുകയും ഈ തിട്ട പ്രദേശങ്ങൾ കുറ്റിക്കാടായി തുടരുകയും ചെയ്ത സമയത്ത് അവിടത്തുകാർ വിളിച്ചിരുന്ന പേരാണ് നടുക്കുള്ള തിട്ടയിലെ കാട് എന്ന അർത്ഥത്തിൽ നടുമൺകാട് എന്ന വിളിപ്പേര് വന്നു. ഈ പേരാണ് പിന്നീട് നെടുമങ്ങാടായി മാറിയത്.